ദിസ് ഇസ് മീ ഷാര. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള എൻജിൻ ട്രബിൾ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു ചാപ്റ്ററിന്റെ ഹോൾ സമ്മറി കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിട്ടേൺ സമ്മറി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഷോർട്ടായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിന്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് റിട്ടേൺ നോട്ട്സ് കാര്യങ്ങൾ ഞാൻ തന്നിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻജിൻ ട്രബിൾ ബൈ R.K. നാരായൺ. എൻജിൻ ട്രബിൾ ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ R.K. നാരായൺ. അപ്പൊ എൻജിൻ ട്രബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റോറിയാണ് അല്ലെ. ആരാണ് എഴുതിയിട്ടുള്ളത്? R.K. നാരായണാണ് എഴുതിയിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. A funfair called Gateland came to the town offering games, shows and prizes including a large road engine as one of the lottery reward. അപ്പം ഒരു ഫൺഫെയറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കഥ ആരംഭിക്കുന്നത്. ഓക്കെ, എന്താണ് ഒരു ഫൺഫെയർ എന്ന് പറഞ്ഞാല്? ഫൺഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഇവന്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഈ ഒരു ഇവന്റിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഒരുപാട് ഗെയിംസ് കാണാൻ കഴിയും, ഒരുപാട് ഷോസ്, സൈഡ് ഷോസ് കാണാൻ കഴിയും, അതേപോലെ ഒരുപാട് ലോട്ടറീസ് ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന ലക്കി ഡ്രോ കാര്യങ്ങളൊക്കെ എന്തുണ്ടാകും? ഈ പറയുന്ന ഒരു ഫൺഫെയറിൽ ഉണ്ടാകും. ഓക്കെ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഇവന്റ് ആണ്. ഈ പറയുന്ന ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ടാണ് നടത്താം. 2 ദിവസം 3 ദിവസത്തെ പരിപാടിയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ തിരികെ പോകും. അപ്പൊ അതാണ് എന്ത് ഒരു ഫൺഫെയർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കലുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫൺഫെയർ എന്ന് വിളിക്കുക. അപ്പൊ ഈ പറയുന്ന ഫൺഫെയറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്റ്റോറി ആരംഭിക്കുന്നത്. ഈ ഫൺഫെയറിന്റെ പേരാണ് എന്ത്? ഗേറ്റി ലാൻഡ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഫൺഫെയർ, ഈ പറയുന്ന ഗേറ്റി ലാൻഡ് പറയുന്ന ഫൺഫെയർ എന്ത് ചെയ്യാണ്? ഇവരുടെ ടൗണിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇവന്റ് എന്ത് ചെയ്യാണ്? ഇവരുടെ ടൗണിൽ നടക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇവന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് ഗെയിംസ് ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരുപാട് ഷോസ് ഉണ്ട്, പിന്നെ അതേപോലെ പ്രൈസസും കാര്യങ്ങളും ഉണ്ട്. ഈ പറയുന്ന ലക്കി ഡ്രോയിലൊക്കെ ജയിച്ചാൽ എന്താണ്, നമുക്ക് നല്ല നല്ല പ്രൈസസും കാര്യങ്ങളും കിട്ടും. എന്തൊക്കെ പ്രൈസസ് ആണ്? ഈ പറയുന്ന പിൻ കുഷ്യൻസ് ഉണ്ടാവലുണ്ട്, സൂയിങ് മെഷീൻസ് ഉണ്ടാവലുണ്ട്, ക്യാമറാസ് ഉണ്ടാകും. അതും ഒരു റോഡ് എഞ്ചിന് വരെ എന്ത് ചെയ്യലുണ്ട്? ഇവർ ഈ പറയുന്ന സമ്മാനമായിട്ട്, ഈ പറയുന്ന ലക്കി ഡ്രോയില് സമ്മാനമായിട്ട് എന്ത് ചെയ്യലുണ്ട്? ഇവര് കൊടുക്കലുണ്ട്. ഓക്കെ, the narrator won the road engine in the lottery, which surprised him and made him anxious, as he did not know how to move it home or what to do with it. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന നറേറ്ററിന്, നമ്മുടെ നായകൻ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന റോഡ് എഞ്ചിന് പ്രൈസ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ലക്കി ഡ്രോയിൽ ജയിച്ചിട്ട് എന്ത് ചെയ്യാണ്? റോഡ് എഞ്ചിന് സമ്മാനമായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഈ ഒരു റോഡ് എഞ്ചിൻ അദ്ദേഹത്തിന് ഒരു പ്രൈസ് ആയിട്ട് കിട്ടിയപ്പോ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, ആ ഒരു അത്ഭുതം, ഒരു സർപ്രൈസ് ആയിട്ടുണ്ട്, അതേപോലെ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ എന്താണ്? ചെറിയൊരു പേടിയുണ്ട്, ഭയങ്കര ഒരു ഉത്കണ്ഠ. അതാണ് എന്ത് ആങ്ഷ്യസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെയാണ് ഈ റോഡ് എഞ്ചിന് കൊണ്ടുപോവുക, എങ്ങനെയാണ് ഈ റോഡ് എഞ്ചിന് മൂവ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്യുക, എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ എന്തില്ല, അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പൊ സപ്പോസ് അദ്ദേഹത്തിന് ക്യാമറാസ് അല്ലെങ്കിൽ അതേപോലെ ഈ പിൻ കുഷൻസ്, സൂയിങ് മെഷീൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പ്രൈസ് കിട്ടുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, പ്രശ്നമില്ല. പക്ഷെ ഒരു റോഡ് എഞ്ചിൻ പറയുന്നത് അത്രയ്ക്കും വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. അതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് എന്താ അദ്ദേഹത്തിന് അത്രയ്ക്കും ആൻഷ്യസ് വരുത്തിക്കാനുള്ള കാരണം. He could not transport the engine because it was very large and no driver was willing to help. അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഇദ്ദേഹം പറയണത് ഇദ്ദേഹത്തിന് എന്താണ്? ഈ പറയുന്ന റോഡ് എഞ്ചിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയണില്ല, കാരണം അദ്ദേഹത്തിന് അത് ഓടിക്കാൻ അറിയില്ല. ഓക്കെ, അതേപോലെ എന്താണ്? ഈ പറയുന്ന റോഡ് എഞ്ചിന് ഭയങ്കര വലുതാണ് അല്ലെ, വളരെ വലുതാണ്. അതേപോലെ തന്നെ എന്തില്ല? ഈ പറയുന്ന ഡ്രൈവേഴ്സ് ഒന്നും, അവിടെ ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആർക്കും റോഡ് എഞ്ചിനെ ഓടിക്കാൻ അറിയില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലൈനിൽ പറയുന്നത്. ഓക്കെ, the showman refused to assist, and every day the narrator visited the engine and became attached to it. അങ്ങനെ ഷോമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോസ് കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഷോമാൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ പറയുന്ന ഫൺഫെയർ ആണ്, ഗേറ്റി ലാൻഡ് എന്നാണ് പേര്. അപ്പൊ ഈ ഫൺഫെയർ നടത്തുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോമാൻ എന്ന് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കറിയാം, നമ്മളെ നറേറ്ററിന് റോഡ് എഞ്ചിൻ എന്തായിട്ടുണ്ട്? ഒരു ലക്കി ഡ്രോ പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന റോഡ് എഞ്ചിൻ അദ്ദേഹത്തിന് ഓടിക്കാൻ അറിയില്ല, എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നൊന്നും അറിയില്ല അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഷോമാനോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ഈ റോഡ് എഞ്ചിന് എന്നെ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് ഒന്ന് വെക്കാൻ സഹായിക്കുകയോ, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊരു ഡ്രൈവർ ഒപ്പിച്ചു തരും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഷോമാനോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഷോമാൻ എന്ത് ചെയ്യുന്നില്ല? തിരിച്ച് സഹായിക്കണില്ല.
അത് റിഫ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഷോമാൻ എന്തായാലും അവിടെ 3 ദിവസം ഉണ്ടാകും അല്ലേ. അപ്പം 3 ദിവസം വരെ എന്ത് സമ്മതിച്ചിട്ടുണ്ട്? ഈ പറയണ റോഡ് എഞ്ചിൻ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷോമാൻ അത് മാത്രം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യലുണ്ട്? നമ്മളെ നറേറ്റർ ഈ പറയുന്ന ഗ്രൗണ്ടിലേക്ക് വരലുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യലുണ്ട്? ഈ റോഡ് എഞ്ചിൻ ഇങ്ങനെ നോക്കി നിൽക്കലുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? അദ്ദേഹത്തിന് ആ ഒരു റോഡ് എഞ്ചിൻ ഇഷ്ടമാകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല രസമാണ് ആ റോഡ് എഞ്ചിൻ കാണാൻ. അതിന്റെ ആ ഒരു നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു കളറാണ്, ഒരു ബ്രാസ് കളറാണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചള. ഓക്കെ, ഒരു പിച്ചളന്റെ കളറാണ് എന്തുള്ളത്? ആ ഒരു റോഡ് എഞ്ചിൻ ഉള്ളത്. അതേപോലെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? നമ്മുടെ നറേറ്ററിന് ആ ഒരു റോഡ് എഞ്ചിൻ ഇഷ്ടമായി വരാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. After the fair ended, the municipality told him to remove the engine. Unable to do this, he had to pay rent even though he was poor. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഫെയർ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫെയർ ഒരു 2-3 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ, ഇവർ ഈ പറയുന്ന എല്ലായിടത്തോട്ട് ഇവർ തിരിച്ചു പോകൂലേ. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഫെയർ അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫെയർ അവസാനിച്ചപ്പോ ഈ പറയുന്ന റോഡ് എഞ്ചിൻ അപ്പോഴും ആ ഗ്രൗണ്ടിലുണ്ട്. അപ്പൊ ഈ റോഡ് എഞ്ചിൻ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ നറേറ്റർ എടുത്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കഴിയുന്നില്ല, എങ്ങനെയാണ് അത് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റി നിന്നൊരു നോട്ടീസ് കിട്ടാണ്. എന്താണ് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹത്തിനോട് പറയാണ്, ആ ഒരു എഞ്ചിൻ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നീക്കണം, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ആ ഗ്രൗണ്ടിന്റെ റെന്റ് അടയ്ക്കേണ്ടി വരും എന്നാണ് എന്ത് ചെയ്യുന്നത്? മുനിസിപ്പാലിറ്റിന് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ആ ഗ്രൗണ്ടിന്റെ പേര് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ജിംഖാന ഗ്രൗണ്ട് എന്നാണ്. ഓക്കെ, ഫൺഫെയറിന്റെ പേര് ഗേറ്റി ലാൻഡ് എന്നാണ്. ഈ പറയുന്ന ഗേറ്റ് ലാൻഡ്, ഈ പറയുന്ന ഫൺഫെയർ നടത്തുന്നത് ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ആ ഗ്രൗണ്ടിന്റെ പേരാണ് എന്ത്? ജിംഖാന ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആ പറയുന്ന ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു എഞ്ചിൻ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ റെന്റും കാര്യങ്ങളും എന്ത് ചെയ്യണം? ഇദ്ദേഹം അടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നറേറ്ററിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരാളാണ്. ഓക്കെ, പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ റെന്റ് തന്നെ മാസം 4 ഉറുപ്പ്യ അടയ്ക്കണം. പക്ഷെ ഈ ഒരു ഗ്രൗണ്ടിന്റെ റെന്റ് എന്ന് പറയുന്നത് 10 ഉറുപ്പ്യാണ്. ഒരു മാസം അദ്ദേഹം എന്ത് ചെയ്യണം? 10 ഉറുപ്പ്യ അടയ്ക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇദ്ദേഹത്തിന്റെ വീടിന്റെ റെന്റ് എന്ന് പറയുന്നത് 4 ഉറുപ്പ്യാണ്. അതന്നെ അദ്ദേഹത്തിന് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിന്റെ 10 ഉറുപ്പ്യ ഇദ്ദേഹം മാസം അടയ്ക്കാന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആണ്. ഓക്കെ, അദ്ദേഹം അത്രയും ഈ പറയുന്ന പാവപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ ഒരു എമൗണ്ട് അടയ്ക്കാൻ സാധിക്കണില്ല. അപ്പൊ അവസാനം എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഈ പറയുന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ട് ഈ പറയുന്ന റെന്റും കാര്യങ്ങളും അടയ്ക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, when he tried to sell the engine to the municipality, nobody was interested. അങ്ങനെ എന്ത് തീരുമാനിച്ചു? ഈ പറയുന്ന ഗ്രൗണ്ടിലെ റെന്റ് അടയ്ക്കാന്ന് പറയുന്നത് എന്താണ്? അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ആ ഒരു റോഡ് എഞ്ചിൻ അദ്ദേഹം ഓടിക്കുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന് അതൊരു ലക്കി ഡ്രോയിൽ പ്രൈസ് ആയിട്ട് കിട്ടിയതാണ്. അവസാനം അത് വെച്ചിട്ടാണ് അദ്ദേഹം കുടുങ്ങി പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ഈ ഒരു റോഡ് എഞ്ചിന് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ വിചാരിച്ചു. അദ്ദേഹം കുറെ ആൾക്കാരോട് സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരോട് ചോദിച്ചു. പക്ഷെ ആർക്കും അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തോക്ക്, അവർക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യാണ്? അദ്ദേഹം ഈ ഒരു റോഡ് എഞ്ചിന് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കാര്യം പറയാണ്, ഞാൻ ഈ ഒരു റോഡ് എഞ്ചിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നല്ല സാധനമാണ്, അത് അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, റോഡ് എഞ്ചിൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യാണ്? അദ്ദേഹം ഇവിടുന്ന് പറയാണ്. പക്ഷേ എന്നിട്ട് പോലും എന്തില്ല? മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അതിനോട് താല്പര്യം വന്നിട്ടില്ല. ഓക്കെ, the narrator then took help from a temple priest who provided an elephant and hired 50 coolies to push the engine. He also took help from Joseph, the dismissed bus driver. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്? ഇത് റിജക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നറേറ്ററിന് വേറൊരു ഓപ്ഷൻ ഇല്ല. ആൾക്കാരോട് ചോദിച്ച് അവർക്കും വേണ്ട പറഞ്ഞു, മുനിസിപ്പാലിറ്റി പോയി ചോദിച്ച് അവർക്കും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവസാനം നറേറ്റർ എന്ത് ചെയ്ത്? നേരെ ടെമ്പിൾ പ്രീസ്റ്റിന്റെ അടുത്തേക്ക്. ടെമ്പിൾ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പിളിലുള്ള പുരോഹിതൻ ഉണ്ടാവില്ലേ, അവരാണ് പ്രീസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നേരെ ടെമ്പിൾ പ്രീസ്റ്റിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് അവരോട് കാര്യം പറഞ്ഞു, ഈ പറയുന്ന റോഡ് എഞ്ചിൻ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം, ഈ പറയുന്ന ഗ്രൗണ്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് എടുത്താൽ മതി, ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ടെമ്പിൾ പ്രീസ്റ്റ് സമ്മതിച്ചു ആ ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്ത് കൊടുക്കുകയാണ്? ഈ പറയുന്ന എലിഫന്റ്, ടെമ്പിളിലുള്ള എലിഫന്റ് ഉണ്ട്, ടെമ്പിൾ എലിഫന്റ്, അതിന്റെ കൂടെ തന്നെ 50 കൂലിപ്പണിക്കാരും കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ഈ പറയുന്ന വലിയൊരു റോഡ് എഞ്ചിൻ ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരുണ്ട്. ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നറേറ്റർ, ഈ പറയുന്ന ജോസഫ് എന്ന് പറയുന്ന ഡ്രൈവറിന്റെ സഹായം തേടുന്നുണ്ട്. ഓക്കെ, ജോസഫ് എന്ന് പറയുന്ന ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവറാണ്. എന്ന് വെച്ചാൽ
അദ്ദേഹം ബസ് ഓടിക്കലുണ്ടായിരുന്നു, പിന്നെ അതിൽ നിന്ന് പുറത്താക്കി. അതാണ് ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ജോസഫിന്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ആൾക്കാരാണ്. ഒന്ന് ടെമ്പിൾ എലിഫന്റ്, 50 കൂലിപ്പണിക്കാർ അല്ലെ, 50 കൂലീസ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ജോസഫ് അല്ലെ, ദ ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ. ഇവിടെ 3 ആൾക്കാരുടെ സഹായത്തോടെ എന്ത് ചെയ്യണം, ആ ഒരു റോഡ് എഞ്ചിൻ അവിടുന്ന് പുറത്തേക്ക് എടുക്കാൻ ഇവര് തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ജോസഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന റോഡ് എഞ്ചിൻ ഒന്നും ഓടിക്കാൻ അറിയില്ല, പക്ഷെ അതൊന്ന് പുറത്തേക്ക് എടുത്തു തന്നാൽ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത് ജോസഫ് ഇവിടെ പറയുന്നത്. ഓക്കെ. The attempt to move the engine went out of control. The engine zigzagged, damaged a wall, scared the crowd and the elephant, and led to chaos. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവർ ആ ഒരു എഞ്ചിന് ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജോസഫാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. അതേപോലെ ആ ഒരു എലിഫന്റും പിന്നെ അതേപോലെ 50 പോലീസ് അവർ കയറി വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, എഞ്ചിൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് എഞ്ചിന്റെ കൺട്രോൾ തെറ്റുന്നത്. നേരെ പോകുന്നതിന് പകരം എഞ്ചിൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് പോലെ. ഓക്കെ, അങ്ങനെ സെറ്റ് പോലെ സിഗ്സാഗ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു എഞ്ചിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു എഞ്ചിൻ ഇവരാണെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഈ പറയുന്ന ജോസഫും അതേപോലെ തന്നെ കൂലീസും ആ ഒരു എലിഫന്റും. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയണില്ല, ആ ഒരു കൺട്രോൾ കിട്ടണില്ല. നേരെ ആ ഒരു എഞ്ചിൻ ഒരു മതിൽമ ചെന്നിടിച്ചിട്ട് മതിൽ പൊട്ടിപ്പൊളിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മതിൽമേൽ ഇടിച്ചപ്പോൾ എഞ്ചിൻ അവിടെ നിന്ന് ആ ഒരു കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് ആഹ്ലാദിക്കാൻ തുടങ്ങി. കാരണം എന്താണ് ഇത്രയും നേരം ജിംഖാന ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള ആ ഒരു എഞ്ചിൻ ഇവർ പുറത്തേക്ക് എടുത്ത് ആ ഒരു സന്തോഷത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ആഹ്ലാദിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ആനക്ക്, നമുക്ക് എങ്ങനെ പറയാം, മതളകി എന്ന് വേണമെങ്കിൽ പറയാം, ഈ പറയുന്ന ആനക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് മതളകിയിട്ട് അവസാനം അതും നേരെ മതിലിന്റെ അടുത്തേക്ക് ഓടിയിട്ട് ആ മതിൽ പിന്നെയും പൊളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മതിൽമ ചെന്ന് നേരെ ഇടിച്ച് അങ്ങനെ ആ മതിൽ പൊളിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആന ഇടിച്ചിട്ടുണ്ട്, അതേപോലെ ആ ഒരു റോഡ് എഞ്ചിൻ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം എന്ത് ചെയ്യാണ്, ആ ഒരു മതിൽ പൊളിയാണ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ പേടിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവിടെ ആകപ്പാടെ അലമ്പാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഒരാൾ ചെന്നിട്ട് നറേറ്ററിന്റെ മുഖത്തടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, ഈ പറയുന്ന മതിലിന്റെ ഓണറാണ് എന്ത് ചെയ്യുന്നത്, നറേറ്ററിന്റെ മുഖത്തടിക്കുന്നത്. പിന്നെ പോലീസും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ നറേറ്ററിനെ അറസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദ പോലീസ് അറസ്റ്റഡ് ദ നറേറ്റർ. ആഫ്റ്റർ ഹിസ് റിലീസ് ഹി ഹാഡ് ടു പേ ഫോർ ദ ബ്രോക്കൺ വാൾ, ദ കൂലീസ് വേജസ് and to Joseph even though the job was not finished. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാണ് പോലീസ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം എന്താണ്, ഇദ്ദേഹം റിലീസാവാണ്, ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഒരു കാര്യം ആലോചിക്കുന്നത്, ഇദ്ദേഹത്തിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ പൊട്ടിപ്പൊളിഞ്ഞ ആ മതിൽ അത് ഇദ്ദേഹം പടുത്തു കൊടുക്കണം, അതിനുള്ള പൈസ കൊടുക്കണം. അതേപോലെ തന്നെ 50 കൂലിപ്പണിക്കാരുണ്ട് അല്ലെ, അവർക്കുള്ള പൈസ കൊടുക്കണം. അവരവരുടെ പണി വൃത്തിക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും എന്താണ് അവർക്കുള്ള പൈസ കൊടുക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന ജോസഫിനുള്ള ക്യാഷും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ആ എലിഫന്റിനുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കാണ്ട്, അതിന്റെ മെഡിസിൻ ബിൽസും കാര്യങ്ങളൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ അത് നേരെ മതിൽമേലടിച്ച് അതിന്റെ മേലെ ഫുള്ള് മുറിയിട്ടുണ്ട്. സോ ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇദ്ദേഹം അടയ്ക്കണം. സംഭവം ഇദ്ദേഹം അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കാരണം എലിഫന്റ് തന്റെ ഇഷ്ടത്തിന് പോയി ഇടിച്ചതാണ്. പക്ഷെ അതിനുള്ള ബില്ലും കാര്യങ്ങളും അടയ്ക്കണം എന്നാണ് ആര് പറയുന്നത്, ടെമ്പിൾ അതോറിറ്റീസ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന എഞ്ചിൻ, ഈ പറഞ്ഞ റോഡ് എഞ്ചിൻ ഇപ്പൊ എവിടെയാണുള്ളത്, അവിടെ നിന്നിട്ട് ആ ഒരു റോഡ് എഞ്ചിൻ മാറ്റം ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇദ്ദേഹം ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈ പറയുന്ന പൈസ ഇനി എവിടുന്ന കിട്ടുകയെന്നൊന്നും അറിയില്ല. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിനുള്ള കടങ്ങളും കാര്യങ്ങളും, ഇദ്ദേഹത്തിന്റെ ഭാര്യന്റെ സ്വർണം കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് വീട്ടിയിട്ടുള്ളത്. ഇനി ഭാര്യന്റെ കയ്യിൽ ആകെയുള്ളത് ആ താലിമാലയാണ്. അതെന്താണ്, ഭാര്യ തരാൻ കൂട്ടാക്കണില്ല, റെഫ്യൂസ് ചെയ്യാണ്, സമ്മതിക്കണില്ല ആ ഒരു താലിമാല തരാൻ. കാരണം ആകെയുള്ള ഒരു സ്വർണം എന്ന് പറയുന്നത് ആ ഒരു താലിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു കറക്റ്റ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, നേച്ചർ, പ്രകൃതി വന്നിട്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. എങ്ങനെയാണ്, ഇൻ ദ എൻഡ് ആൻ earthquake caused the engine to fall into an unused well. അങ്ങനെ എന്താ ചെയ്യാണ്, ആ ഒരു നോർത്തേൺ ഇന്ത്യയിൽ, ആ ഒരു ടൈമിലൊക്കെ നോർത്തേൺ ഇന്ത്യയിൽ എന്തുണ്ടായിട്ടുണ്ട്, earthquake ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു earthquakeന്റെ ചെറിയൊരു ഭാഗമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഷെയ്ക്കിങ്, ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ നാട്ടിൽ, ഇവരുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഈ പറയുന്ന ജനന്മേൽ അങ്ങനെ ആ ഒരു കുലുങ്ങണ ആ ഒരു ശബ്ദം ഉണ്ടാവൂലേ, അതേപോലെ തന്നെ ഇവർ ബെഡിൽ നിന്ന് എന്ത് ചെയ്യാം, ഇവർ താഴേക്ക് വീഴുക, അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ എന്താണ് ഇവരുടെ നാട്ടിൽ അതിന്റെ ചെറിയൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവർ അവരുടെ നാട് വിട്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ അടുത്ത ദിവസം രാവിലെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത്
ഇദ്ദേഹം അവസാനമായിട്ട് ഇദ്ദേഹത്തിന്റെ എഞ്ചിൻ ഒന്ന് നോക്കാൻ തീരുമാനിച്ചു. അവസാനമായിട്ട് എഞ്ചിൻ ഒന്ന് കാണാൻ ഇയാൾ എന്താണ് തീരുമാനിക്കുകയാണ് നറേറ്റർ. അങ്ങനെ എഞ്ചിന് കാണാൻ വേണ്ടി നോക്കുമ്പോൾ എഞ്ചിൻ അവിടെ കാണുന്നില്ല. സ്വതവേ എഞ്ചിന് നിന്ന ആ ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ നിന്നിട്ട് എഞ്ചിൻ ഇപ്പൊ കാണുന്നില്ല. സോ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അവിടെ ചുറ്റും തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞിട്ടൊന്നും ആ എഞ്ചിനെ കാണുന്നില്ല. അങ്ങനെ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ ചെന്നിട്ട് ആ ഒരു റോഡ് എഞ്ചിൻ തപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനം എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ആ ഒരു എഞ്ചിന് കിട്ടി. അത് എവിടെയെന്ന് വെച്ചാൽ ഏതൊരു പൊട്ടക്കിണർ, അതാണ് എന്താ അൺയൂസ്ഡ് വെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്യൂസ്ഡ് വെല്ല്. എന്താണ്, ഏതൊരു പൊട്ടക്കിണറ്റിൽ ചെയ്യാണ് ആ ഒരു എഞ്ചിന് വീണ് കിടക്കുകയാണ്. ഓക്കെ, ആ വീണ് കിടക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ഭാഗം ആ ഒരു കിണറിന്റെ ഉള്ളിലും ബാക്കി പകുതി പുറത്തും. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കിണർ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു എഞ്ചിന് വീണിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന ലാൻഡ്, ആ പറയുന്ന പൊട്ടക്കിണർ നിൽക്കുന്ന ആ ഒരു ലാൻഡിന്റെ ഓണർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കുറെ ആയി വിചാരിക്കണം ആ ഒരു കിണറിന്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വേണമെന്ന് കുറെ ആയി വിചാരിക്കണത്. ആ ഒരു കറക്റ്റ് ടൈമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു എഞ്ചിന് വീണിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നറേറ്ററിനോട് തന്റെ കടങ്ങളെല്ലാം വീട്ടാം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അദ്ദേഹം ഇവിടെ പറയാണ്. അതുകൂടാണ്ട് ഈ പറയുന്ന നറേറ്ററിന് എക്സ്ട്രാ മണി വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നറേറ്റർ എന്ത് ചെയ്തിട്ടില്ല, അത് സ്വീകരിച്ചിട്ടില്ല. തന്റെ കടങ്ങൾ കാര്യങ്ങൾ വീട്ടിൽ കിട്ടില്ല, അതന്നെ അദ്ദേഹത്തിന് വലിയ ആശ്വാസം. എക്സ്ട്രാ മണി ഓഫർ ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അത് റിഫ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ഫുൾ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും